അഫ്വാന്റെ നില അതീവ ഗുരുതരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫ്വാനെതിരെ അന്വേഷണ സംഘം വെള്ളിയാഴ്ചയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മറ്റ് 2 കേസുകളിൽ അടുത്ത ദിവസം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കവെയാണ് ആത്മഹത്യാ ശ്രമം. ഞായറാഴ്ച രാവിലെ 11ഓടെയാണ് സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് അഫ്വാൻ തൂങ്ങിയത്. സഹോദരനും കാമുകിയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫ്വാനെ അതീവ സുരക്ഷയുള്ള ബ്ലോക്കിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. ഞായറാഴ്ച തടവുകാരെ TV കാണാനായി പുറത്തിറക്കിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് സുരക്ഷാ ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ശുചിമുറിയുടെ സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് കൈക്കലാക്കിയ ഇയാൾ നിമിഷനേരം കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ ജയിൽ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റു തടവുകാരെ സഹായത്തോടെ അഴിച്ചിറക്കിയ അഫ്വാനെ 11:20ഓടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കഴുത്തിൽ കുരുക്ക് മുറുക്കിയതിനാൽ ബോധം നശിച്ചിരുന്നു. ഇടയ്ക്കിടെ അപസ്മാര ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നതും ചികിത്സയെ ബാധിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, അനുജൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അഫ്വാൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസിൽ കീഴടങ്ങുമ്പോഴും അഫ്വാൻ എലിവിഷം കഴിച്ചിരുന്നു. അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെയെന്ന് അഫ്വാന്റെ പിതാവ് റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതലായൊന്നും പറയാനില്ലെന്നും റഹീം പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഐസിയുവിൽ വെന്റിലേറ്റർ സഹായത്തിലാണ് അഫ്വാൻ ഇപ്പോൾ. 24 മണിക്കൂറിന് ശേഷമേ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകൂ എന്ന് 24 മണിക്കൂറിന് ശേഷമേ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ എന്ന് പറയാനാകില്ലെന്ന് ഡോക്ടർമാർ ജയിൽ അധികൃതരെ അറിയിച്ചു. മൊഴി രേഖപ്പെടുത്തണമെന്ന് പോലീസിന്റെ ആവശ്യം ഡോക്ടർമാർ അനുവദിച്ചില്ല. സഹോദരനെയും കാമുകിയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ ശേഷം മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ച ശേഷമാണ് അഫ്വാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ജയിലിൽ കൗൺസിലിംഗ് നൽകിയിരുന്നു. ഇനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കില്ലെന്നായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത്. അഫ്വാനെ കാണാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ജയിലിൽ വന്നിരുന്നില്ല. ആരോടും അധികം സംസാരിക്കാതെ കൂടുതൽ സമയവും സെല്ലിനുള്ളിൽ ചെലവാക്കുകയായിരുന്നു പ്രതി. 2 ദിവസം മുൻപാണ് അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് കുറ്റപത്രം നൽകിയത്.